നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നെഹ്റു കുടുംബത്തിന്റെ കർമ്മഭൂമി എന്ന് അമ്മ സോണിയ വിശേഷിപ്പിച്ച മണ്ണിൽ രാഹുൽ ഗാന്ധി പറയാൻ വന്നത് രാഷ്ട്രീയമാണ്. പക്ഷേ നാട്ടുകാർക്കും അണികൾക്കും അറിയേണ്ടതോ രാഹുലിന്റെ സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ചാണ്. നാട്ടുകാര്യം പറയാനും അറിയാനും ആർക്കുണ്ട് താല്പര്യം? എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനാണ് താല്പര്യം. രാഷ്ട്രീയം ഇവിടെ ആർക്കും പറയേണ്ട. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റായ്ബറേലിയിലും കണ്ടത്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ ഒരു ചോദ്യം ഉയർന്നു. ഷാദി കബ് കരേഗ ഭയ്യ? ചോദിച്ചത് മറ്റാരോടുമല്ല, രാഹുൽ ഗാന്ധിയോടാണ്. സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആ ചോദ്യം ശരിക്കും കേട്ടില്ല. കല്യാണ കാര്യമാണ് ചോദിക്കുന്നതെന്നും പ്രിയങ്ക അറിയിച്ചപ്പോൾ രാഹുലിന് മുഖത്ത് ചെറിയൊരു നാണമൊക്കെ വന്നു. എത്രയും വേഗമെന്ന് പറഞ്ഞ് ചിരിച്ചു മാറിയ രാഹുൽ കൂടുതലൊന്നും തന്നെ പറഞ്ഞില്ല. പ്രിയങ്കയ്ക്കൊപ്പം എത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി. റായ്ബറേലിയിൽ നിന്നും തോൽവി ഭയന്ന് സോണിയ ഉപരിസഭയിൽ അഭയം തേടിയതിനെ തുടർന്നാണ് രാഹുലിന് നറുക്കു വീണത്. റായ്ബറേലിയിൽ താൻ മത്സരിക്കുമെന്ന് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര പറയുന്നതിനിടയിലാണ് രാഹുലിന്റെ രംഗപ്രവേശനം വരുന്നതും. റായ്ബറേലിയിൽ പിടിക്കാൻ ലക്ഷ്യമിട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് പ്രചരണം നടത്തിയ ദിവസമാണ് രാഹുലും പ്രിയങ്കയും അവിടെ ഒരുമിച്ചെത്തിയത്. മോദി സർക്കാർ വീണ്ടും വന്നാൽ അംബേദ്കർ സൃഷ്ടിച്ച ഭരണഘടന ഇല്ലായ്മ ചെയ്യുമെന്ന് ആവർത്തിച്ച് BSP വോട്ടുകൾ കൂടി പോക്കറ്റിലാക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണിത്. ഭരണഘടന ഇല്ലെങ്കിൽ രാജ്യത്ത് ജനങ്ങളുടെ സർക്കാർ ഇല്ല എന്നും രാഹുൽ പറഞ്ഞു. മോദിക്കുള്ള മറുപടി എന്നോണം അദാനിയുടെയും അംബാനിയുടെയും സർക്കാരുകൾക്കും ഉണ്ടാകുന്ന എന്ന് കൂട്ടിച്ചേർത്തു. ചാൾസോ പാർ മുദ്രാവാക്യവുമായി നേരത്തെ 400 കടക്കുമെന്ന് പറഞ്ഞു നടന്നവർ 150 പോലും എത്തിയില്ലെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ രാഹുലിന്റെ പാർട്ടിക്ക് എത്ര കിട്ടുമെന്ന് മാത്രം പറഞ്ഞില്ല. 44 കടന്നു കിട്ടിയാൽ ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അമേഠിയിലും റായ്ബറേലിയിലും BJPക്കെതിരെ മത്സരിക്കുന്നത് പ്രിയങ്കയാണ്. ഇവിടെ ക്യാമ്പ് ചെയ്തത് പ്രചരണം നയിക്കുന്ന പ്രിയങ്ക ഓർമ്മകൾ പങ്കുവച്ചും ആളുകളോട് നേരിട്ട് സംവദിച്ചും രാഹുലിനും കുടുംബത്തിന്റെ വിശ്വാസ്യനായ KL ശർമ്മയ്ക്കുമായി വോട്ട് തേടുകയാണവർ. അമ്മയെ പോലെയാണവർ എന്നാണ് വീമ്പടി. നീണ്ട മൂക്ക്, തലമുടി തുടങ്ങിയവയെല്ലാം ഉദാഹരിക്കും. പക്ഷെ അതൊന്നും സഹോദരനില്ലല്ലോ എന്നാരും പറയരുത്. അച്ഛൻ രാജീവിനൊപ്പം കുട്ടിക്കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് എത്തിയത് ഉൾപ്പെടെയുള്ള കഥകൾ പങ്കിട്ട് നാട്ടുകാരുടെ കണ്ണിൽ ഓർമ്മകളുടെ നനവ് പടർത്തി. പ്രധാനമന്ത്രി പദം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരുന്ന അച്ഛന് കരുത്തു കിട്ടാൻ പ്രാർത്ഥനയോടെ ഞായറാഴ്ച ഉപവാസം നടത്തിയ കാലത്തെക്കുറിച്ചും പ്രിയങ്ക സംസാരിച്ചു. ഇതേക്കുറിച്ച് രാജീവ് ചോദിച്ചു അത്രേ. ഞായറാഴ്ചയാകുമ്പോൾ അച്ഛനോട് സംസാരിക്കാൻ സമയം കിട്ടുമല്ലോ എന്നായിരുന്നു തന്റെ മറുപടിയെന്നും പ്രിയങ്ക വെളിപ്പെടുത്തി. രാജീവിന്റെ വിയോഗത്തിന് പിന്നാലെ അമ്മ സോണിയ അനുഭവിച്ച വേദനയെപ്പറ്റിയും കുടുംബ സദസ്സുകളിൽ പ്രിയങ്ക പറഞ്ഞു വെക്കുന്നു. ഒന്നിനോടും ഭയപ്പെടാതെ ജീവിതമാകെ പോരാടുന്ന സഹോദരന് വോട്ട് നൽകണമെന്ന അഭ്യർത്ഥനയ്ക്കൊപ്പം ഒരു ഉറപ്പ് കൂടി അവർ നൽകുന്നു. ഈ നാടിന്റെ വികസനത്തിനും നിങ്ങൾക്കൊപ്പം രാഹുൽ തോളോട് തോൾ ചേർന്ന് പോരാടുമെന്നും. പക്ഷേ ഉറപ്പൊന്നും രാഹുലും നൽകുന്നില്ല. എല്ലാം പ്രിയങ്ക ഗാന്ധിയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും. രാഹുലിന് അപ്പോൾ അതിനുള്ള കഴിവില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അതും ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അമേഠിയിൽ നിന്നും ഭയപ്പെട്ടോടിയ ആളാണെന്ന BJP പ്രചരണത്തിന് രാഹുൽ തന്നെ മറുപടി നൽകുന്നു. റായ്ബറേലിയിലേക്ക് വേണ്ടി സേവ ചെയ്യാൻ ഇറങ്ങി തിരിച്ച നെഹ്റു കുടുംബത്തിന് ഈ നാടിനുമായി 100 വർഷത്തെ ബന്ധമുണ്ട്. നെഹ്റു രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ഇവിടെയാണ്. എൻ്റെ 2 അമ്മമാരും ഇന്ദിരയും സോണിയയും അവരുടെ കർമ്മഭൂമിയാക്കിയത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മത്സരിക്കാൻ വന്നത്. റായ്ബറേലിക്കായി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തുകയായിരുന്നു രാഹുൽ. അമേഠിയിൽ ഏക 47 റൈഫിൾ ഉണ്ടാക്കുന്ന ഫാക്ടറി താൻ സജ്ജമാക്കിയെങ്കിലും മോദി സർക്കാർ അതിന്റെ പ്രവർത്തനം തുടങ്ങിയാൽ അനുവദിച്ചില്ല പോലും. മനസ്സിൽ ചിന്തിക്കാൻ AK-47 വരുമോ എന്തോ. കോൺഗ്രസ് പ്രകടന പത്രികയെയും തന്റെ ഉറപ്പുകളെയും കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഒരു തീയതി കൂടി പറഞ്ഞു. ജൂലൈ 1. അന്ന് ഇന്ത്യ സഖ്യം സർക്കാർ രാജ്യത്ത് അധികാരമേൽക്കും. കൊച്ചമ്മയുടെ കറി ഏറെ നല്ലതാ, പക്ഷെ എന്റെ ഇലയിൽ രണ്ടാമത് വിളമ്പണ്ട എന്ന് പറഞ്ഞതുപോലെ ജൂലൈ 1 സഖ്യം അധികാരമേൽക്കുമെന്ന് പറയാനാകില്ലല്ലോ എന്നതാണ് സങ്കടം. ഇനി വിവാഹ കാര്യത്തിൽ വന്നാലോ? നാട്ടുകാർക്ക് സംശയമാണ്. ആരാകും വധു? ഫിലിപ്പീൻസുകാരിയോ ജർമ്മനിക്കാരിയോ അതോ കുമരകത്തെ പോലീസ് കാവലിൽ സല്ലപിച്ചവളോ? അതുമല്ല
പുതിയ ഏതെങ്കിലും ആകുമോ? ഗണപതി വിവാഹം പോലെ ആകുമോ ഇതും? സംശയം ജനങ്ങൾക്കേറുകയാണ്. ഗണപതിയുടെ വിവാഹം കേട്ടിട്ടില്ലേ? ശ്രീ പരമേശ്വരനും പാർവതിയും കൈലാസത്തിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം ഉണ്ണി ഗണപതി കയറി വന്നു. പറയാൻ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് കല്യാണ പ്രായമായില്ലേ, എനിക്കുടൻ കല്യാണം വേണം. അച്ഛനും അമ്മയും ഞെട്ടി. ഗണപതിക്ക് കല്യാണമോ? ഗണപതിയെ പിന്തിരിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു ഇരുവരും. പക്ഷേ ഗണപതി ഉണ്ടോ വഴങ്ങുന്നു, വാശിയിൽ തന്നെ. ഗത്യന്തരമില്ലാതെ ശിവൻ സമ്മതിച്ചു. അപ്പോൾ തന്നെ കല്ലിൽ എഴുതി ഗണപതിയുടെ കല്യാണം നാളെ. അതുകൊണ്ട് സന്തോഷിച്ച ഗണപതി സ്ഥലം വിട്ടു. പിറ്റേന്ന് ഗണപതി വീണ്ടും വന്നു. ശിവൻ കല്ലിൽ എഴുതിയത് ചൂണ്ടിക്കാട്ടി. ഈ സ്ഥിരം പരിപാടിയായി. അതേപോലെ ആകുമോ ഇതും? പിന്നൊരു കാര്യം, അച്ഛൻ രാജീവോ അമ്മ സോണിയയോ ഇന്ദിരയോ ഒന്നും മുഹൂർത്തവും ലഗ്നവും നോക്കിയല്ല കല്യാണം കഴിച്ചത്. വലിയ അപ്പൂപ്പന് ഇതിലൊന്നും വിശ്വാസം ഒട്ടും തന്നെ ഇല്ലായിരുന്നു താനും. അതുകൊണ്ട് രാഹുലും മുഹൂർത്തവും നാളും കുറിച്ചിരിക്കാതെ കല്യാണം വേഗത്തിലാക്കാനേ നമുക്ക് പറയാനുള്ളൂ.